നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ഏതാണ്ട് 7-8 കമ്പനികളിലെ തൊഴിലവസരങ്ങളാണ് കാണുന്നത്. അതിൽ പലതും നല്ല കിടിലൻ അവസരങ്ങളാണ്, ബൾക്ക് റിക്രൂട്ട്മെന്റുകളാണ്. ഉദാഹരണത്തിന് ISROയിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ്, അതല്ലെങ്കിൽ നമ്മുടെ എയർ ഇന്ത്യയും സിംഗപ്പൂർ എയർലൈൻസും കൂടിയുള്ള ASATS ഇവർ നടത്തുന്ന ഒരു റിക്രൂട്ട്മെന്റ്, നമ്മുടെ കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ്. അത് വോക്കിൻ ഇന്റർവ്യൂ ആണ്, അപേക്ഷ കാത്തിരിക്കുകയൊന്നും വേണ്ട, ഡയറക്റ്റ് വോക്കിൻ ചെയ്തെത്താവുന്ന അവസരങ്ങൾ. അതും ഒരു 10ാം ക്ലാസ് മുതൽ ഡിഗ്രിക്കാർക്ക് വരെ, ഫ്രഷേഴ്സിനുള്ള അവസരങ്ങൾ വരെയുണ്ട്. അപ്പം അങ്ങനെയുള്ള റിക്രൂട്ട്മെന്റുകൾ. അതല്ലെങ്കിൽ ഏഷ്യൻ പെയിന്റ്സിലേക്കും കല്യാൺ ജുവലേഴ്സിലേക്കും ഒക്കെയുള്ള ബൾക്ക് റിക്രൂട്ട്മെന്റ്, ടെക് മഹീന്ദ്ര പോലെയുള്ള കമ്പനികളിലെ അവസരങ്ങൾ. ഇതൊന്നും അല്ലെങ്കിൽ ദുബായിലേക്ക് അല്ലെങ്കിൽ UAEയിലേക്ക് 30ഓളം ഒഴിവുകളിലേക്ക് ഗവൺമെന്റ് ഏജൻസി നടത്തുന്ന ഒരു റിക്രൂട്ട്മെന്റ്. ഇതൊക്കെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, ഈ ദുബായ് അവസരങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ദുബായിലേക്ക് 100 ഒഴിവുകളിലേക്ക് വിസ സൗജന്യമായിട്ട് ലഭ്യമാകുന്ന ഒരു റിക്രൂട്ട്മെന്റ് +2കാർക്ക് അപേക്ഷിക്കാമെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇന്നലത്തെയും വീഡിയോ കാണുക. ഈ വീഡിയോയും ഈ അവസരങ്ങളൊക്കെ മനസ്സിലാക്കാൻ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം ഞാൻ ASAT അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് സൂചിപ്പിക്കാം. ASAT എന്നുള്ളത് എയർ ഇന്ത്യയും സിംഗപ്പൂർ എയർലൈൻസും കൂടിയിട്ട് എയർപോർട്ടുകളിലെ ഗ്രൗണ്ട് ഹാൻഡിലിങ്ങിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവർ റിക്രൂട്ട്മെന്റ് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇന്റർവ്യൂ നമ്മുടെ കൊച്ചിയിലും നടക്കുന്നുണ്ട്. അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയാൽ മിക്കവാറും ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഓപ്പറേഷൻസിലെല്ലാം ഒട്ടനവധി മലയാളികൾ, നമ്മുടെ ഈ ചാനൽ കാണുന്നത് തന്നെ ഒട്ടനവധി മലയാളികളെ കാണാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ബാംഗ്ലൂർ എയർപോർട്ടിലെ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് ഉള്ള ഒരു റിക്രൂട്ട്മെന്റ് കൊച്ചിയിൽ വെച്ചിട്ട് ASAT ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് 4 പൊസിഷനിലേക്കാണ് ഈ ഹയറിങ്. 10ാം ക്ലാസ് മുതൽ ഡിഗ്രിക്കാർക്ക് വരെ അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, എക്യുപ്മെന്റ് ഓപ്പറേറ്റർ ആയിട്ട് 10th പാസ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. ഒരു വാലിഡ് ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് കാണണമെന്ന് മാത്രം. ഹാൻഡിമാൻ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യുക, അൺലോഡ് ചെയ്യുക ഫ്ലൈറ്റിലേക്കൊക്കെ, അങ്ങനെയുള്ള ജോലികളാണ്. അതും 10ാം ക്ലാസ്സുകാർക്ക് അപ്ലൈ ചെയ്യാം. റാം സർവീസ് ഏജന്റ് ആയിട്ട് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാം. കസ്റ്റമർ സർവീസ് അസിസ്റ്റന്റ് ആയിട്ട് 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അവർക്ക് എക്സ്പീരിയൻസ് ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നു വേണ്ട, ഡയറക്റ്റ് വോക്കിൻ നമ്മുടെ കൊച്ചിയിലും ചെന്നൈയിലും നടക്കുന്നുണ്ട്. കൊച്ചിയിൽ നടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 20ാം തീയതി നവംബറിലാണ്. അപ്പോൾ 20ാം തീയതി നവംബറിൽ 9:30ക്കും 2:30ക്കും ഇടയ്ക്കായിട്ട് ജിഞ്ചർ ഹോട്ടലുണ്ട്, MG റോഡ്, അവിടേക്ക് വോക്കിൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഓർക്കുക, കാൻഡിഡേറ്റ്സ് റൊട്ടേഷണൽ ഷിഫ്റ്റിൽ ജോലി ചെയ്യാൻ, നൈറ്റ് ഷിഫ്റ്റ് ഉൾപ്പെടെ ജോലി ചെയ്യാൻ റെഡിയാകണം. പാസ്പോർട്ട് ഉള്ളവരായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ, വിസിബിൾ ടാറ്റു കാണില്ല എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ jobsbridge.com എന്ന സൈറ്റിൽ പോയിട്ട് എയർപോർട്ട് ജോബ്സ് അല്ലെങ്കിൽ ASAT എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് കാണിക്കുക. അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. അവർക്ക് ഈ എയർപോർട്ട് ജോലിക്കൊക്കെ അപേക്ഷിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. കാരണം ഇതിൻ്റെ ഒക്കെ പേരിൽ ഒട്ടനവധി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകൂറായിട്ട് പണം നൽകുന്ന പോലെയുള്ള പ്രവർത്തനങ്ങളിലൊന്നും നിങ്ങൾ ഏർപ്പെടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ശ്രദ്ധയോടെ വേണം എയർപോർട്ട് ജോലികൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട്. അടുത്ത അവസരം ഇത് ഓട്ടോബാൻ കോർപ്പറേഷൻ. ഓട്ടോബാൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ഓട്ടോമോട്ടീവ് കമ്പനിയാണ്. അപ്പോൾ ഇവര് ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് DPOL ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, എറണാകുളം ജില്ലയിൽ അങ്കമാലിയുള്ള ഒരു കോളേജാണ്. അവരാണ് ഈ റിക്രൂട്ട്മെന്റ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവര് PGക്കാര്, UGക്കാര്, അതായത് ഡിഗ്രിക്കാരെയും PGക്കാരെയും BTechകാരെയും ITIക്കാരെയും ഡിപ്ലോമക്കാരെയും ഒക്കെ ഹയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് 2025 പാസ് ഔട്ട് ആയിട്ടുള്ളവരും 26 പാസ് ഔട്ട് ആകാൻ പോകുന്നു ഇപ്പോഴത്തെ ഫൈനൽ ഇയറുകാർക്കുമൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാം. 24ാം തീയതി നവംബറിലായിരിക്കും ഈ റിക്രൂട്ട്മെന്റ്. അപ്പോൾ ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന സൈറ്റിലുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. അവിടെ പോയിട്ട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഞാൻ ഏഷ്യൻ പെയിന്റ്സിലേക്കുള്ള റിക്രൂട്ട്മെന്റ് സൂചിപ്പിക്കാം. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കോളേജ്, മെരിയൻ കോളേജ് കുട്ടിക്കാന് അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ്. ഏഷ്യൻ പെയിന്റ്സിലേക്ക് 500 വേക്കൻസികളിലേക്ക് ഒരു ഹയറിങ് നടത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ഫൈനൽ ഇയറുകാർക്കും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും ഒക്കെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഏഷ്യൻ പെയിന്റ്സ് ഈസ് കണ്ടക്ടിങ് എ റിക്രൂട്ട്മെന്റ് ഫോർ 500 വേക്കൻസീസ്. APL ഏഷ്യൻ പെയിന്റ്സ് ലിമിറ്റഡ് ആണ് ഹയറിങ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ലൈൻ എക്സിക്യൂട്ടീവ്, അതേപോലെ ബ്രാൻഡ് ആൻഡ് മാർക്കറ്റ് പ്രൊമോട്ടേഴ്സ്, 2 തസ്തികകളിലായിട്ടാണ് 500 ഒഴിവുകൾ. കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടാണ് വേക്കൻസികളുള്ളത്. അവർക്ക് ആദ്യം നിങ്ങൾ കാസ്പിയൻ മാനേജ്മെന്റ് സർവീസസ് എന്ന കമ്പനിയുടെ റോളിലായിരിക്കും. അവരാണ് ഈ ഒരു ഹയറിങ്
ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ റോളിൽ 18 മാസം 1.5 വർഷമായിരിക്കും. പിന്നീടായിരിക്കും നിങ്ങൾ ഏഷ്യൻ പെയിൻസിൻ്റെ റോളിലേക്ക് മാറ്റുക. അപ്പോൾ ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? എനി ഡിഗ്രി ഓർ PG ഇൻക്ലൂഡിങ് MBA. എൻജിനീയേഴ്സ് മാത്രം അപേക്ഷിക്കേണ്ടതില്ല. അപ്പം ബിടെക്കുകാർ ഒഴിച്ച് ബാക്കി എല്ലാ ഡിഗ്രി PGക്കാർക്ക് അപ്ലൈ ചെയ്യാം. അത് 2022, 23, 24, 25 വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ളവരും ഇപ്പോൾ 26-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും ഒക്കെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ആ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ അത് താല്പര്യമുള്ളവരായിരിക്കണം. 26 വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം. ഒരു 2 വീലർ കാണണം, അതിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസും കാണണം. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രം അപേക്ഷിച്ചാൽ മതിയാവും. പാക്കേജ് 3.5 lakhs പെർ ആനം വരെ ഉണ്ട്. അതുകൂടാതെ ട്രാവലിംഗ് അലവൻസ് വേറെ ഉണ്ട്, ഇൻസെൻറ്റീവ്സ് ഉണ്ട്, റിട്ടൻഷൻ ബോണസ് ഉണ്ട് ഹാഫ് ഇയർലി ഒക്കെ. അതുകൂടാതെ മറ്റു ബോണസുകളൊക്കെ ലഭ്യമാവും. ഇൻഷുറൻസ് കവറേജ് ഉണ്ട്, പിന്നെ ഒട്ടനവധി ആനുകൂല്യങ്ങളുണ്ട്. ഇതിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് ഇപ്പം നിങ്ങൾക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇതിൻ്റെ ടെസ്റ്റ് നടക്കുന്ന കേരളത്തിലെ വിവിധ ലൊക്കേഷനിൽ വെച്ചിട്ട് ഡിസംബറിൻ്റെ ആദ്യ ആഴ്ചകളിലായിരിക്കും. അപ്പം പ്ലേസ്മെന്റ് സെൽ മെരിയൻ കോളേജ് അനൗൺസ് ചെയ്തിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ആണ്. ഞങ്ങൾ തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്ന മറ്റ് റിക്രൂട്ട്മെന്റുകളിലേക്കും വരാം. അതിന് മുമ്പായിട്ട് ഒഡേപെക് എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റ് കീഴിലുള്ള ഒരു ഏജൻസിയാണ്. ഒഡേപെക് അനൗൺസ് ചെയ്തിരിക്കുന്ന മറ്റൊരു റിക്രൂട്ട്മെന്റ് ഒന്ന് സൂചിപ്പിക്കാം. UAE-യിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന്റെ ഒരു വാക്ക്-ഇൻ ഇന്റർവ്യൂ ഒഡേപെക് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 23-ാം തീയതി നമ്പർ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് 2500 UAE ദിറം എന്ന് പറയുമ്പോൾ ഒരു 10-60,000 രൂപയൊക്കെ ശമ്പളമുള്ള അവസരങ്ങളാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 30 പേരെയാണ് ഹയർ ചെയ്യുന്നത്. 1 to 3 years എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. ബിടെക് ഡിഗ്രി കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ്സിൽ കഴിഞ്ഞ് 1 to 3 years എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കുക. ഇവിടെ മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും പ്രിഫറൻസ് നൽകുക. അപ്പോൾ ഈ ഒഡേപെക് എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിന് അപ്ലൈ ചെയ്യാം. വലിയ ചിലവൊന്നും വരാതെ ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. പറയുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ, ദുബായിലേക്ക് 100 പേരെ വിസ ഫ്രീ ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഒരു കേരള കമ്പനി നടത്തുന്നതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരുന്നു. +2കാർക്ക് വരെ അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോയും കൂടി സന്ദർശിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് ക്ലാസ് ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കുവാനായിട്ട് കഴിയുക. 1 to 3 years എക്സ്പീരിയൻസ് വേണം. പ്രായം 30 വയസ്സിൽ താഴെ ആയിരിക്കണം. ഫ്രീ അക്കോമഡേഷൻ, ഈ ശമ്പളം കൂടാതെ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 60,000 രൂപയൊക്കെയാണ് ഇന്ത്യൻ റുപ്പീസ് ശമ്പളം. അതുകൂടാതെ ഫ്രീ അക്കോമഡേഷൻ ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ്, ബൈ ആനുവൽ എയർ ടിക്കറ്റ് 2 വർഷത്തിലൊന്ന് എയർ ടിക്കറ്റ് ലഭ്യമാകും. ഇനി ഇന്റർവ്യൂ 23-ാം തീയതി നവംബറിലാണ് നടക്കുന്നത്. ഒഡേപെക്കിൻ്റെ അങ്കമാലിയിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഡീപോൾ കോളേജിൻ്റെ ഒക്കെ അടുത്തുള്ള ഒഡേപെക്കിൻ്റെ ഇൻകൽ ബിസിനസ് പാർക്കുണ്ട്. അവിടെ ഉള്ള ഒഡേപെക്കിൻ്റെ ഓഫീസിലേക്ക് 9 മണിക്കും 12 മണിക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം, പാസ്പോർട്ട്, ഫോട്ടോയോ കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഓർക്കുക, UAE-യിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനുള്ള അവസരമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. ഞങ്ങൾ തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്ന മറ്റൊരു റിക്രൂട്ട്മെന്റ് സൂചിപ്പിക്കാം. കല്യാൺ ജുവലേഴ്സിന് ഒരു ആമുഖം ആവശ്യമില്ല. നമുക്കൊക്കെ അറിയാവുന്ന ഒരു ജുവലറി ഗ്രൂപ്പാണ്. ഒരു വമ്പൻ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ജൂനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ്, ഇൻഹൗസ് സെയിൽസ് ആണ്. നിങ്ങൾ വെളിയിലൊന്നും പോകണ്ട, ഫീൽഡിലൊന്നും പോകണ്ട, ഒരു ഓഫീസിൽ ഉള്ള ജോലികളായിരിക്കും. അപ്പം ജൂനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അവർ ഹയർ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഡിഗ്രി PGക്കാർക്ക് അപേക്ഷിക്കാം. അത് പാസ് ഔട്ട് ആയിട്ടുള്ളവർ, ഇപ്പോൾ ഒരു 23, 24, 25 വർഷങ്ങളൊക്കെ കഴിഞ്ഞവർ അല്ലെങ്കിൽ അല്ലാത്തവർ, കൂടാതെ 2026-ൽ കഴിയാൻ പോകുന്നവർക്കും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പം നിങ്ങൾക്ക് സെയിൽസ് ആൻഡ് കസ്റ്റമർ സർവീസിലോടൊരു പാഷൻ വേണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് അപേക്ഷിക്കാം. പേ പാക്കേജ് ഫിക്സഡ് ആയിട്ടുള്ളത് 2.5 lakh പെർ ആനാണ്. അതുകൂടാതെ 1 to 2 lakhs പെർ ആനം വേരിയബിൾ ആയിട്ടും ലഭ്യമാകും. അപ്പം അവരുടെ ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? എനി ഡിഗ്രി PG പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് 26 ബാച്ചിലും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇവരുടെ ജുവലറി ഷോറൂമുകളിലും ഓഫീസുകളിലും ഒക്കെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ മെരിയൻ കോളേജാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പം കല്യാൺ ജുവലേഴ്സിലേക്കുള്ള ഒരു ബൾക്ക് ഹയറിംഗ് ഡിഗ്രി PGക്കാർക്ക് അപേക്ഷിക്കാമെന്നാണ് സൂചിപ്പിച്ചത്. ഇനി നമുക്ക് L&T ടെക്നോളജി സർവീസസിലേക്ക് ഓൾ ഇന്ത്യ ബേസിൽ നടക്കുന്ന റിക്രൂട്ട്മെന്റ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് സൂചിപ്പിക്കാം. L&T നാം അറിയുന്നത് പോലെ L&T എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ തന്നെ ലോകത്തിലെ തന്നെ ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അവരുടെ IT ഡിവിഷനാണ് L&T ടെക്നോളജി സർവീസസ്. അവർ സൂപ്പർ സെറ്റ് വഴിയാണ് ഈ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. MTechകാർക്കുള്ള ഒരു ഓഫ് ക്യാമ്പസ് ഹയറിംഗ് ആണ്.
നവംബർ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. നവംബർ 22-ാം തീയതി വരെ ആയിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. ഇതിന് മികച്ച പേ പാക്കേജ് ഉണ്ട്. ഇവിടെ കാണാനായിട്ട് സാധിക്കും. 5,50,000 പെർ ആനം ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പോൾ അത് എംടെക്കുകാർക്കുള്ള അവസരമാണ്. 22-ാം തീയതി വരെ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്നിട്ട് അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇതിന് അപേക്ഷിക്കുക. അപ്പോൾ എംടെക്കുകാർക്കുള്ള L&T ടെക്നോളജിയിലെ അവസരമാണ് സൂചിപ്പിച്ചത്. ഇനി നമുക്ക് ISROയുടെ ഒരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസും കൂടി ഒന്ന് മനസ്സിലാക്കാം. ISROയിലെ കീഴിലുള്ള നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ ഹൈദരാബാദാണ് ഈ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ എന്ന് പറഞ്ഞാൽ ഈ എയർപോർട്ടുകളിൽ നിന്നുള്ള ഈ സിഗ്നൽസ് ഒക്കെ റിസീവ് ചെയ്യുക, സാറ്റലൈറ്റ് ഡാറ്റ, ജനറേഷൻ ഓഫ് ഡാറ്റ പ്രോഡക്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവരുടെ ഒരു ഡിവിഷനാണ്. അവരാണ് ഈ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ടെക്നിക്കൽ അസിസ്റ്റന്റ് തുടങ്ങിയിട്ട് ഡ്രാഫ്റ്റ്സ്മാൻ വരെയുള്ള വേക്കൻസികളുണ്ട്. ടെക്നിക്കൽ അസിസ്റ്റന്റ് സിവിൽ ഒരു ഒഴിവാണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ഓട്ടോമൊബൈൽ ഒരു ഒഴിവുണ്ട്. ടെക്നീഷ്യൻ ബി 5 ഒഴിവുണ്ട്. അതേപോലെ ടെക്നീഷ്യൻ ബി IT-യിൽ 4 ഒഴിവ്. ഇത് ഇലക്ട്രോണിക് മെക്കാനിക്കാണ്. ടെക്നീഷ്യൻ ബി ഇലക്ട്രിക്കൽ ഒരു ഒഴിവുണ്ട്. ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ട് ഒരു ഒഴിവ്. മൊത്തം 13 ഒഴിവുകളാണുള്ളത്. അപ്പോൾ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഇവിടെ കാണാനായിട്ട് കഴിയും. ഈ ടെക്നിക്കൽ അസിസ്റ്റന്റിൽ നിന്നൊക്കെ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് അതാത് വിഷയങ്ങളിൽ വേണ്ടത്. ഇനി ടെക്നീഷ്യൻ ബിക്കൊക്കെ ആണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് ITI അല്ലെ NDC NAC ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ടും 10ാം ക്ലാസ് കഴിഞ്ഞ് ITI NAT NAC അല്ലെ NDC ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അവർക്ക് അതിൻ്റെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഹൈദരാബാദ് ആയിരിക്കും. കരിയർ പ്രോഗ്രഷൻ ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. പ്രായം 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് 1,42,000 രൂപ വരെ പേ പാക്കേജുള്ള അവസരങ്ങളാണ്. അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. അത് നിങ്ങൾ 750 രൂപ പേ ചെയ്യണം. എന്നാൽ 500 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് 750 രൂപ പേ ചെയ്യണം, 500 രൂപ റീഫണ്ട് ചെയ്യും. ഈ SC ST PWD എക്സ് സർവീസ്മാൻ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ 750 രൂപയും റീഫണ്ട് ചെയ്യുക. പിന്നെ ഇഫക്റ്റ് അതിൻ്റെ ഫീ കാണത്തില്ല. അതായത് നിങ്ങൾ എക്സാം എഴുതുന്നവർക്കായിരിക്കും റീഫണ്ട് ചെയ്യുക. എക്സാം എഴുതുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും സെലക്ഷന്, ഒരു റിട്ടൺ ടെസ്റ്റും സ്കിൽ സെറ്റും കാണും. അതിൻ്റെയൊക്കെ ഒരു സിലബസും ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സ് നമ്മുടെ കേരളത്തിലേക്ക് എത്തുവാണെങ്കിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട് എന്നറിയുക. എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്? ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അതിൻ്റെ അവസാന തീയതി 30-ാം തീയതി നവംബർ 5 മണി. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. അപ്പോൾ നോക്കുക, ഞാൻ മനസ്സിലാക്കിയ ചില അവസരങ്ങൾ ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ അതാത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി കാര്യങ്ങളൊക്കെ കൃത്യമായി ചോദിച്ച് വായിച്ച് മനസ്സിലാക്കി മാത്രം മുന്നോട്ടേക്ക് പോവുക. ഓർക്കുക, വളരെ കെയർഫുൾ ആയിരിക്കണം. പല തട്ടിപ്പുകൾ ഈ ജോബ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. എന്തായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ചാനലിലൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.